ഹായ്, വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാഡമി. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചെറിയ പ്രോബ്ലംസാണ് നമ്മളിനി നോക്കുന്നത്. 3 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ 3നും 3 ജേണൽ എൻട്രീസ് വരച്ച് നമ്മൾ സെപ്പറേറ്റ് പെട്ടി വരച്ച് തന്നെ ചെയ്യണം. ഫസ്റ്റ് സെഷൻ നോക്കാം. എ ലിമിറ്റഡ് ഫോർഫീറ്റഡ് 400 ഷെയർസ് ഓഫ് മിസ്റ്റർ എക്സ് of 10 each fully called up for the non-payment of final call of 2 per share. എന്തുകൊണ്ടാണ് ഇത് 400 ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ കാരണം? ഫൈനൽ കോൾ 2 രൂപ വെച്ച് അടച്ചില്ല. ആൻഡ് റീഇഷ്യൂഡ് മിസ്റ്റർ പി ആസ് ഫുള്ളി പെയ്ഡ് ഫോർ 10 പെർ ഷെയർ. എന്നിട്ട് അത് ആർക്ക് ഇഷ്യൂ ചെയ്തു? പിക്ക് റീഇഷ്യൂ ചെയ്തു 10 രൂപയ്ക്ക്. അതാണ് ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത് 500 ഷെയർ ഫോർഫീറ്റ് ചെയ്തു എന്നാണ്. ആൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 2 പെർ ഷെയർ. ഫസ്റ്റ് കോൾ അടച്ചിട്ടില്ല, ഫൈനൽ കോൾ അടച്ചിട്ടില്ല, 2 രൂപ വെച്ച്. ഓൾ ഷെയർസ് വർ റീഇഷ്യൂഡ്. വീണ്ടും ആ ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടുണ്ട് 8 രൂപ വെച്ചിട്ടാണ്, ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്തേക്കുന്നത്. ദെൻ സി ലിമിറ്റഡ് ഫോർഫീറ്റഡ് 800 ഷെയർസ് ഓഫ് 10 each ഫുള്ളി കോൾഡ് അപ്പ് ഓൺ വിച്ച് ദ ഹോൾഡർ ഹാസ് പെയ്ഡ് ഓൺലി ആപ്ലിക്കേഷൻ മണി. ഈ കേസിൽ 3 രൂപ ആപ്ലിക്കേഷൻ മണി മാത്രമേ അയാൾ അടച്ചിട്ടുള്ളൂ. 10 രൂപയുടെ ഷെയറിൽ 3 രൂപ ആപ്ലിക്കേഷൻ മണി മാത്രമേ അടച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 7 രൂപ അയാൾ എന്ത് ചെയ്തിട്ടില്ല? അടച്ചിട്ടില്ല. ഔട്ട് ഓഫ് ദീസ് ആ 800 ഷെയറിൽ 800 ഷെയർസ് വർ റീഇഷ്യൂഡ്. ആ 800 നമ്മൾ റീഇഷ്യൂ ചെയ്തു 11 പെർ ഷെയറിന്, അതായത് 1 രൂപ പ്രീമിയത്തിൽ റീഇഷ്യൂ ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെ വരും നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കിയേ. ഇവിടെ 400 ഷെയർ 10 രൂപ വെച്ചിട്ടാണ് ഫോർഫീറ്റ് ചെയ്തത്. ഫൈനൽ കോൾ 2 രൂപ അടയ്ക്കാത്തത് കൊണ്ട്. പിന്നെ അത് റീഇഷ്യൂ ചെയ്തതും 10 രൂപയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര വരും? 400 × 10 4000. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എത്ര വരും? 400 × 2 800. ടു ഫോർഫീറ്റഡ് ഷെയർ 8 രൂപ നമുക്ക് കിട്ടിയല്ലോ, അപ്പോൾ അത് ഫോർഫീറ്റഡ് ഷെയറിൽ കാണിക്കണം. 400 × 8 3200. ഇനി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, കാരണം ഇത് റീഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 400 × 10 4000. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർഫീറ്റഡ് ഷെയറിലുള്ള തുക എവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ 3200 ഉണ്ട്. ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്കൗണ്ടിന് പകരം നമ്മൾ കാണിക്കുന്നത് ഫോർഫീറ്റഡ് ഷെയറിനെയാണ് ഡെബിറ്റ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള തുകയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, പാർ വാല്യൂ തന്നെയാണ് റീഇഷ്യൂ ചെയ്തേക്കണേ. അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് ഫോർഫീറ്റഡ് ഷെയറിലെ എമൗണ്ട് 3200 ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സെക്കൻഡ് കേസ് നോക്കിയേ. ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 500 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്തത്. അപ്പോൾ 500 × 10 5000. ഇനി ഷെയർ 5 സ്റ്റാർ ഫൈനൽ കോൾ 500 × 2 രൂപ വെച്ച് പേ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 500 × 2 1000. ടു ഫോർഫീറ്റഡ് ഷെയർ അപ്പോൾ 8 രൂപ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 4000. 500 × 8 4000. ഇനി ഈ ഷെയർ റീഇഷ്യൂ ചെയ്യണത് എത്രയാണ്? 8 രൂപയ്ക്കാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 500 × 8 4000. ഡിസ്കൗണ്ടിന് പകരം നമ്മൾ എഴുതണത് എന്താണ്? ഫോർഫീറ്റഡ് ഷെയർസ്. എത്ര രൂപയാണ്? 2 രൂപയാണ് ഡിസ്കൗണ്ട്. അപ്പോൾ 500 × 2 1000. ടു ഷെയർ ക്യാപിറ്റൽ 5000. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫോർഫീറ്റഡ് ഷെയർസിൽ ബാക്കിയുള്ളത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസിൽ എത്ര ഉണ്ടായിരുന്നു? ആദ്യം 4000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര ഡിസ്കൗണ്ട് കൊടുത്തു? 1000 ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി 3000. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 3000. തേർഡ് കേസ് നോക്കിയേ. 800 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്തത്. അത് കാരണം എന്തായിരുന്നു? ആപ്ലിക്കേഷൻ മണി 3 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 800 × 10 8000. ടു ഷെയർ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ, കാരണം അലോട്ട്മെൻറ്റും കോളും ഒന്നും കിട്ടിയിട്ടില്ല. 3 രൂപയെ കിട്ടിയിട്ടുള്ളെങ്കിൽ ബാക്കി 7 രൂപ കിട്ടിയിട്ടില്ല. 10 രൂപയുടെ ഷെയർ അല്ലേ. അപ്പോൾ 800 × 7 5600. ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് 800 × 3 2400 കിട്ടിയ പൈസ. ഇനി ഇത് റീഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണ്. 10 രൂപയുടെ ഷെയർ 11 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 800 × 11 8800. ഷെയർ ക്യാപിറ്റലിലേക്ക് ഒറിജിനൽ വില ടു ഷെയർ ക്യാപിറ്റൽ 800 × 10 8000. സെക്യൂരിറ്റീസ് പ്രീമിയം 800 × 1, കാരണം 10 രൂപയുടെ ഷെയർ 11 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ 1 രൂപയാണ് പ്രീമിയം. അപ്പോൾ അത് 800. ഇനി ഫോർഫീറ്റഡ് ഷെയറിൽ ഉള്ളത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക്. അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 2400. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഒരു പ്രാവശ്യം 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് വന്നൊരു പ്രോബ്ലമാണ്.
Nestle Limited issued 50,000 shares of 10 each payable as follows. On application to allotment 3, first call 2, final call 3. All monies were received except the following. ഒരു 3 കേസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തത് എ, ദ ഹോൾഡർ ഓഫ് 1000 ഷെയർസ് ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ. അപ്പോൾ 1000 രൂപ കൈവശമുള്ള എ എന്ന ആൾ അലോട്ട്മെൻറ്റ് മണിയും അടച്ചിട്ടില്ല, കോൾ മണിയും അടച്ചിട്ടില്ല. അപ്പം നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ അലോട്ട്മെൻറ്റ് മണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 ഷെയറിൻ്റെ പൈസ വരില്ല. അപ്പോൾ അയാൾ അയാൾ അലോട്ട്മെൻറ്റ് മണിയും അടിച്ചിട്ടില്ല, അലോട്ട്മെൻറ്റ് മണി അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കോളും അടക്കില്ല. അടുത്ത കേസ് ബി, ദ ഹോൾഡർ ഓഫ് 2000 ഷെയർസ് ഫെയിൽ ടു പേ 2 കോൾസ്. 2000 ഷെയർ കൈവശമുള്ള ആൾ 2 കോളും അടച്ചിട്ടില്ല. അപ്പോൾ കോളിൻ്റെ പൈസ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് കോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000 ഷെയർ കൈവശമുള്ള എ അലോട്ട്മെൻറ്റും അടച്ചിട്ടില്ല, കോളും അടച്ചിട്ടില്ല. അപ്പോൾ ആ 1000 വരും, ബിയുടെ 2000 വരും. അങ്ങനെ 3000 ഷെയറിൻ്റെ കോൾ മണി, ഫസ്റ്റ് കോൾ മണി കിട്ടിയിട്ടുണ്ടാവില്ല. സി, ദ ഹോൾഡർ ഓഫ് 3000 ഷെയർസ് ഫെയിൽ ടു പേ ഫൈനൽ കോൾ. അയാൾ ഫൈനൽ കോൾ മാത്രമേ അടയ്ക്കാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ കോളിൻ്റെ ക്യാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000 ഷെയർ കൈവശമുള്ള ആൾ അലോട്ട്മെൻറ്റ് മണി തുടങ്ങി അടച്ചിട്ടില്ല. അപ്പോൾ അയാളുടെ ഫൈനൽ കോൾ കിട്ടിയിട്ടില്ല. 2000 ഷെയർ 2 കോളും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഫൈനൽ കോൾ കിട്ടിയിട്ടുണ്ടാവില്ല, 3000ൻ്റെ ഫൈനൽ കോളും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ 6000 ഷെയറിൻ്റെ ഫൈനൽ കോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ജേണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. നമുക്കറിയാം 50000 ഷെയറിന് 2 രൂപ വെച്ച് മൊത്തം പൈസയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 lakh. ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ 1 lakh. ഇനി ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ്? 1 lakh 50,000 ഇൻറ്റു 3, അപ്പോൾ 1,50,000. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 1,50,000. പക്ഷേ ഇതിനകത്ത് എന്ത് കിട്ടിയിട്ടില്ല? 1000 ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണി കിട്ടിയിട്ടില്ല. അപ്പോൾ 50,000 ഷെയറിൽ 49,000 ഷെയറിന് മാത്രമേ നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? അലോട്ട്മെൻറ്റ് മണി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാങ്കിൻ്റെ ജേണൽ എൻട്രി വരുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എത്ര? 1000 ഷെയറിന് കിട്ടിയിട്ടില്ല. അപ്പോൾ 49,000 ഷെയറിൻ്റെ കിട്ടിയിട്ടുള്ളൂ. 49,000 ഇൻറ്റു 3, 1,47,000. അടുത്ത ജേണൽ എൻട്രി നോക്കിയാൽ ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 50,000 ഇൻറ്റു 2, 1,00,000 തന്നെ. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ. എയുടെ 1000 കിട്ടിയിട്ടില്ല, ബിയുടെ 2000 കിട്ടിയിട്ടില്ല. അങ്ങനെ എത്ര കിട്ടിയിട്ടില്ല? 3000 ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ 50,000 ഷെയറിൽ 3000 ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ലെങ്കിൽ 50,000 മൈനസ് 3000 എത്രയാണ്? 47,000 ഷെയറിൻ്റെ പൈസയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 47,000 ഇൻറ്റു 2, 94,000. അടുത്ത് എന്താണ്? ഷെയർ ഫൈനൽ കോൾ. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ 1,50,000. 50,000 ഇൻറ്റു 3, 1,50,000. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ. ഫൈനൽ കോൾ എത്ര കിട്ടിയിട്ടില്ല? 6,000 രൂപയുടെ കിട്ടിയിട്ടില്ല. കാരണം എയുടെ 1000 കിട്ടിയിട്ടില്ല, ബിയുടെ 2000 കിട്ടിയിട്ടില്ല, സിയുടെ 3000 കിട്ടിയിട്ടില്ല. അപ്പോൾ മൊത്തം 6,000 ഷെയറിൻ്റെ കിട്ടിയിട്ടില്ല. അപ്പം 44,000 ഷെയറിൻ്റെ പൈസ കിട്ടിയിട്ടുള്ളൂ. 44,000 ഇൻറ്റു 3, 1,32,000. നെക്സ്റ്റ് നോക്കിയേ, ഈ ഷെയർസൊക്കെ നമ്മൾ ഫോർഫീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? മൊത്തം 6,000 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യാൻ പോകുന്നത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ 6,000 ഇൻറ്റു 10, 60,000. ടു ഷെയർ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൽ എത്ര രൂപ വെച്ചാൽ? 1000 ഷെയറിൻ്റെ 3 രൂപ വെച്ച് 3000. ടു ഷെയർ ഫസ്റ്റ് കോൾ 3000 ഇൻറ്റു 2, 6000. ടു ഷെയർ ഫൈനൽ കോൾ 6000 ഇൻറ്റു 3, 18,000. ടു ഫോർഫീറ്റഡ് ഷെയർസ് ബാക്കിയുള്ളത് 60,000ത്തിൽ ഇത്രയും കിട്ടാനുണ്ട്. ബാക്കി കിട്ടിയത് എവിടെ വരും? ഫോർഫീറ്റഡ് ഷെയർസിൽ വരും. ദെൻ ഈ ഫോർഫീറ്റഡ് ഷെയർസ് ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ 8 രൂപയ്ക്കാണ് 9 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യണത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ 54,000. ഫോർഫീറ്റഡ് ഷെയർസ് 6,000 രൂപ, 1 രൂപ വെച്ച് ഡിസ്കൗണ്ട് 6,000. ടു ഷെയർ ക്യാപിറ്റൽ 60,000. ഇനി 33,000 ഉണ്ടായിരുന്നു ഫോർഫീറ്റഡ് ഷെയറിൽ. 6,000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു, ബാക്കി 27,000 ഉണ്ട്. അതെവിടേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക്. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് 27,000.